ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ. വളരെ പെട്ടെന്ന് ഈസിയായി ടേസ്റ്റിയായി റെഡിയാക്കാൻ പറ്റിയൊരു പാവയ്ക്കാത്തോരൻ. വെറും പാവയ്ക്കാത്തോരനല്ല, പാവയ്ക്ക വിത്ത് ഉണക്കമീൻ. അതിന് പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. പച്ചമുളക് ഇച്ചിരി കൂടുതൽ എടുക്കണം. എരിവ് വരുമ്പോഴാണ് പാവയ്ക്ക കറിക്ക് ടേസ്റ്റ് കൂടുക. അതിനുശേഷം നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കുന്ന ഉണക്കമീൻ, ഡ്രൈ ഫിഷ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, മുള്ളില്ലാത്തത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷാർക്കാണ്. തെരണ്ട് മീനും വളരെ ടേസ്റ്റാണ്. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി ഇളക്കി അതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതിയായിരിക്കും, കാരണം ഡ്രൈ ഫിഷിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ആദ്യമേ ആഡ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. കൂടിപ്പോയാൽ കുറയ്ക്കാൻ പാടായതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യണം. എന്നിട്ടിത് വീണ്ടും നന്നായി ഇളക്കിയിട്ട് നമുക്കൊരു അടച്ച് വെച്ച് 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ പാവയ്ക്കാത്തോരൻ റെഡിയാകും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പാവയ്ക്കാത്തോരൻ റെഡിയാകും. ഈ പാവയ്ക്കാത്തോരൻ റെഡി ആവുകയും തുറക്കുമ്പോൾ ഒരു നല്ല മണം വരും. പാവയ്ക്കയുടെ കയ്പിൻ്റെയും മീൻ ഫ്രൈ ആയതിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഈ പാവയ്ക്കാത്തോരന്. ഇനി പാവയ്ക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ ബൈ, സീ യു.